ഹലോ, ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയോ? അഷ്റഫ് പൂതര, നിങ്ങളൊരു കാര്യം ചെയ്യും. ഹലോ, പറഞ്ഞോ കേൾക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? എന്താണ് നിങ്ങളിപ്പം മുജാഹിദിൽ വന്ന ഒരാള് AP സുന്നിയിലേക്ക് പോയി നടന്നു, അത് പോകാൻ എന്താണ് നിങ്ങൾക്കുണ്ടായ കാരണം? കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറക്കിയ സംഭവം എങ്ങനെ ഞങ്ങൾ പ്രസ് മീറ്റിംഗിൽ കൊടുത്ത പ്രസ് റിലീസിനകത്ത് കൃത്യമായിട്ട് എന്താണ് ഞങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും എടുത്ത് വായിക്കാൻ പറ്റുവാണെങ്കിൽ പ്രസ് മീറ്റിംഗ് അല്ല, നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ഒരു പ്രസംഗം കണ്ടു പണ്ടിട്ട് അതിൽ നിങ്ങൾ AP സുന്നി ആയിരുന്നു അന്ന്. അവര് പിന്നെ ഞാൻ ഹിന്ദുമതത്തിലായ സമയത്ത് നിർത്തിയിട്ട ബിംബത്തിനെ ആരാധിക്കുമ്പോൾ AP വിഭാഗത്തിന്റെ ആളുകൾ കിടത്തിയിട്ട ബിംബത്തിനെ ആരാധിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തേക്കാണോ പോയത്? അഷ്റഫ് ഒരു കാര്യം ചെയ്യും. നിങ്ങളെ ഈ നമ്മൾ രണ്ടുപേരും സംസാരിക്കാൻ നമ്മൾ മാത്രം കേൾക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, SG അവിടെ എത്താം. നിങ്ങൾ SGവിൽ വന്നോളൂ, ഞാനും അവിടെ SGവിൽ ഉണ്ടാവും. നമുക്ക് അവിടെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ എല്ലാരും അറിയുമല്ലോ നമ്മൾ പറയുന്ന വിഷയങ്ങളൊക്കെ. SGവിൽ വന്ന് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ റെഡി സമയം നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ എനിക്ക് സമയം തരികയാണെങ്കിൽ ഓക്കെ SGV നമ്മൾ സംസാരിക്കാം, അല്ലെങ്കിൽ മലയാള റൂമിൽ സംസാരിക്കാം. നിങ്ങളൊരു മുസ്ലിമാണ് കേട്ടോ. SGവിക്കും മലയാള റൂമിനായാലും ശരി, ഏത് റൂമിനായാലും റൂമിന്റേതായ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് അഷ്റഫുക്ക് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനും വരും. നിങ്ങൾ കാണുന്നതിന് മുമ്പ് കണ്ടതാ ഞാൻ. ആയിക്കോട്ടെ, അതിലിപ്പോ എന്താ? അതിന് പുതിയൊരു വിഷയമൊന്നുമില്ലല്ലോ. നിങ്ങൾ കാണുന്നതിന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രത്യേകത ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളോട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാം. എല്ലാരും കേൾക്കട്ടെ എന്താണ് നമ്മൾ തമ്മിലുള്ള വിഷയം എന്ന്. ഹലോ, പറഞ്ഞ നിങ്ങള് ഞാൻ പറഞ്ഞില്ല എനിക്ക് പറയാനുള്ള വിഷയങ്ങളൊക്കെ ഞാൻ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ SGവിക്കകത്ത് വന്നോളൂ, ഞാനും വരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അതിന് മറുപടി, ഈ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി. ചോദ്യങ്ങളൊക്കെ നിങ്ങൾ SGവിലും ചോദിക്കും, ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവരും കേൾക്കട്ടെ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എല്ലാവരും കേൾക്കട്ടെ. ഇപ്പൊ നിങ്ങളോട് നേരിട്ട് ചോദിക്കാം. അതെ, ഞാൻ പറഞ്ഞില്ലേ SGവിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവും, എല്ലാ ആളുകളും ഉണ്ടാവുമല്ലോ. SGവിയിലേക്കല്ല ഞാൻ SGവിന്റെ കാര്യം സംസാരിച്ചത്. അല്ല, എനിക്ക് നിങ്ങളോട് ഫോൺ വഴി സംസാരിക്കാൻ ഒന്നുമില്ല. SGV വഴി പബ്ലിക് ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ വരൂ. അല്ല, ഹലോ എനിക്ക് നിങ്ങൾ പറയാൻ വ്യക്തമാവുന്നില്ല. ഹലോ, അത് ഇന്ന് പറയുന്നത് എനിക്ക് വ്യക്തമാവുന്നില്ല. നിങ്ങൾ പണ്ട് പ്രസംഗിച്ചിരുന്നു, AP വിഭാഗത്തിൽ പോയിരുന്നു, അവര് കിടത്തിയിട്ട ബിംബത്തെ ആരാധിക്കുന്നു, ഞങ്ങൾ നിർത്തിയിട്ട ഹിന്ദുവായ സമയത്ത് നിന്ന ബിംബത്തെ ആരാധിക്കുന്നു, രണ്ടും ഒരു മാറ്റവുമില്ല എന്ന് നിങ്ങൾ പ്രസംഗിച്ചു. അതെ, ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പബ്ലിക്കിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ മാറ്റം നിങ്ങൾ SGവിൽ പബ്ലിക്കായിട്ട് ഒന്ന് ചോദിച്ചോളൂ, ഞാനും പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് മറുപടി തരാം. ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്ക് ആ മാറ്റം പറയണം. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ SGV പഠിക്കണം എന്തിനാണ്? നിങ്ങൾ SGവിക്ക് പോയി നിങ്ങൾക്ക് കിട്ടിയ പോരാഞ്ഞിട്ടാണോ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ എന്തിനാ നിങ്ങൾ SGV വരാൻ പഠിക്കണം എന്തിനാ? മലയാള റൂമിനകത്ത് നമുക്ക് എന്താവശ്യം? നിങ്ങൾ SGവിക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് SGവിന്റെ പേടി. എനിക്ക് അവിടെ വന്നിട്ടേ ഞാനിപ്പോ ആ റൂമിനകത്ത് കയറുമ്പോൾ എനിക്ക് ഡോട്ടും പിന്നെ ഒക്കെ കിട്ടിയൊക്കെ വയ്ക്കണം. പിന്നെ ഞാൻ എന്തിനാ റൂമിനകത്ത് കയറുന്നത്? എന്തിനാ നല്ല സുന്നത്ത് ജമാഅത്തിന് നല്ലൊരു കുടുംബം ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ റൂം തുറക്കണം. നമുക്ക് അതിനകത്ത് തന്നെ കൂടാന്നേ.
ഞാൻ പിന്നെ ഡോട്ടിന്റെ പുസ്തകം ഒരു വിഷയമല്ലല്ലോ, നമ്മൾ ജനങ്ങൾ മുഴുവൻ കേൾക്കട്ടെ. റൂമിലും പോണ്ട. അല്ല, ജനങ്ങൾ ഫുള്ള് കേൾക്കട്ടെ. നമുക്ക് ഇപ്പൊ ജനങ്ങൾ ഫുള്ള് കേൾക്കുന്ന ഒരു മാധ്യമമാണല്ലോ SGV. നമുക്ക് SGVക്കകത്ത് തന്നെ എല്ലാ മാധ്യമവും എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടും കേൾക്കട്ടെ. SGV ആണെങ്കിൽ മലയാളവും അതിൽ SGVയിലാണ് ഏറ്റവും കൂടുതൽ ഐഡിയകളുള്ളത്. അപ്പൊ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഐഡിയ ഉള്ളത് അവർ കേൾക്കട്ടെ. മലയാളം കേൾക്കട്ടെ. അപ്പൊ എല്ലാവരും കേൾക്കല്ലോ. അതെ, എല്ലാവരും കേൾക്കട്ടെ. നിങ്ങൾക്ക് SGV വരാൻ എന്തെങ്കിലും മടിയുണ്ടോ ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞല്ലോ, SGV റൂം ഞാൻ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയല്ല. പല കാലത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടി. കാരണം അറിയോ, നിങ്ങൾക്ക് SGV റൂമിൽ നിങ്ങൾക്ക് പേടി അതുകൊണ്ടായിരുന്നു. നിങ്ങൾക്ക് ആദർശപരമായി പിടിച്ചേക്കാൻ പറ്റൂല എന്നുള്ളതിന്റെ പേടി. നമുക്ക് നോക്കാം. നിങ്ങളിപ്പോ തയ്യാറുണ്ടോ? ഒന്നേ ഇപ്പം നിങ്ങൾ മറുപടി പറയാൻ പറ്റുമോ? നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ തയ്യാറാണ് 100 വട്ടം തയ്യാറാണ്. നിങ്ങൾ SGVക്കകത്ത് വന്നോളൂ, ഞാൻ SGVക്കകത്ത് വരാം, നമുക്ക് സംസാരിക്കാം. SGV അല്ല, നിങ്ങൾ മലയാളം റൂമിൽ വരുമോ? ഞാൻ തയ്യാറാണ്. മലയാളം റൂമിനകത്തൊന്നും പറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ SGVക്കകത്ത് ഞാൻ വരാം, നിങ്ങൾക്ക് തയ്യാറുണ്ടോ? അപ്പൊ മലയാള റൂമിൽ വരണ്ട, SGVയിലും വരണ്ട, നമുക്കൊരു പുതിയ റൂം എടുക്കാം. അല്ലല്ല, ഇപ്പൊ നമുക്ക് നമ്മളെ ഒരു കുടുംബം എന്ന നിലക്ക് SGV കൃത്യമായിട്ടുള്ള നമ്മളിന് വേറൊരു കുടുംബത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ നിങ്ങൾ അജ്മൽ സാഹിബ് നിങ്ങൾ മുങ്ങാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കണം. ഞാൻ മുങ്ങല്ല, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ SGVക്കകത്ത് വന്നോളൂ, നമുക്ക് സംസാരിക്കാം. നിങ്ങൾ നേരിട്ട് സംസാരിക്കുന്ന, നിങ്ങൾക്ക് പിന്നെ SGV സംസാരിക്കുന്നത് നേരിട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ആയിക്കോട്ടെ, നേരിട്ട് തന്നെ SGVക്കകത്ത് നേരിട്ട് തന്നെയാണ്. നമ്മളെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, നമ്മളെ കാണുന്നില്ല. ഞാനിപ്പോൾ അങ്ങനെ നമുക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, കാണുന്നില്ല. ആയിക്കോട്ടെ, SGVക്കകത്ത് അയാളുള്ള സൗകര്യം എന്ന് വെച്ചാല് എല്ലാ നാട്ടുകാരും ഇത് കേൾക്കും. റേഡിയോയിലും നെറ്റിലും ഒക്കെ ഇത് കേൾക്കും. നമ്മളിപ്പോ രണ്ടുപേരും തമ്മിൽ ഫോൺ സംസാരിക്കാൻ വേറെ ആരും കേൾക്കുന്നില്ലല്ലോ. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ തെറ്റിപ്പ് വരുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യുന്ന റെക്കോർഡ് നിങ്ങൾ നാളെ വന്നിട്ട് പറയും ഞാൻ ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ടില്ല എന്ന് പറയും. ആയിക്കോട്ടെ, കൂട്ടത്തിൽ നടന്നിട്ട് കാര്യമില്ല. കാരണം അറിയോ, കൂട്ടത്തിൽ നടക്കുന്ന എത്ര ആളുകൾ മോശമായിട്ടുള്ള ആളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് ചോദിച്ച കാര്യത്തിൽ നിങ്ങൾ മറുപടി ഉണ്ടെങ്കിൽ പറയും. SGVക്കകത്ത് നമുക്ക് പബ്ലിക്കായിട്ട് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുക്കാണ്. ആയിക്കോട്ടെ, ആ വിഷയം തന്നെയാണ്. നമുക്ക് SGVക്കകത്ത് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. SGVക്കകത്ത് സംസാരിക്കാൻ, ഈ വിഷയത്തിൽ പൂനൂരുമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മലയാള റൂമിൽ കയറേണ്ട ആവശ്യമില്ല. ഞാൻ മലയാള റൂമിൽ കയറുമ്പോൾ എനിക്കിപ്പോ ഡോട്ടാണുള്ളത്. പിന്നെ ഞാൻ ഇതിന് മലയാള റൂമിൽ കയറണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ SGVക്കകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ഡോട്ട് ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. നിങ്ങൾക്ക് SGVക്കകത്ത് ടെസ്റ്റ് ഡോട്ടുകളോ അല്ലെങ്കിൽ മൈക്കിറക്കണോ ഡോട്ടോ നിങ്ങൾക്കില്ല. പക്ഷെ എനിക്ക് മലയാള റൂമിനകത്ത് ഇപ്പൊ ഡോട്ടുണ്ട്. നിങ്ങൾ മാറ്റുന്നല്ല, ഇത്രയും നാളുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് SGVക്കകത്ത് സംസാരിക്കാന്നേ. നിങ്ങൾ ഇതിന് എത്ര റിസ്ക് എടുക്കണേ? ഇപ്പൊ ഞാൻ സംസാരിക്കാൻ വരണം, പിന്നെ നിങ്ങൾ എന്റെ ടെസ്റ്റ് ഡോട്ട് ഒഴിവാക്കണം, പിന്നെ മൈക്ക് ഡോട്ട് ഒഴിവാക്കണം. അത്രയും പാടുണ്ടല്ലോ. നമുക്ക് SGVക്കകത്ത് വന്നോ? ഹലോ അഷ്റഫ് പൂനെ, എനിക്കൊന്നും കേൾക്കില്ല. നെറ്റ് പ്രശ്നമുണ്ടോ? ഹലോ 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 നമുക്ക് SGVക്കകത്ത് തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.